ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് കോൺ സിറ്റി എന്ന് പറയുന്ന മൂവിയാണ്. കഥയിലേക്ക് കടക്കുന്നതിന് മുമ്പ് എല്ലാവരും നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മൂവിയുടെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് നായകനായ ശരവണൻ കർണാടകയിൽ ഒരു ചെറിയ ഹോട്ടൽ നടത്തുന്നതാണ്. അവന്റെ ഫാമിലിയും അവന്റെ കൂടെ ഉണ്ടായിരുന്നു. വൈഫ് മിത്ര, മകൻ ജീവ, മിത്രയുടെ സഹോദരൻ ജാക്കി, അവരുടെ അമ്മ ജാനകി. മിത്രയുടെയും ശരവണന്റെയും മകൻ ജീവയ്ക്ക് ഒരു ഡിസബിലിറ്റി ഉണ്ടായിരുന്നു. അവന് നടക്കാൻ കഴിയില്ല. വീൽ ചെയറിലായിരുന്നു അവർ പോയിക്കൊണ്ടിരുന്നത്. കുറച്ചു വർഷങ്ങൾക്ക് മുമ്പ് തമിഴ്നാട്ടിൽ നിന്ന് വന്ന സെറ്റിലായ കുടുംബമായിരുന്നു ഇത്. ഡിസബിലിറ്റി ഉള്ള ജീവയെ ദിവസവും സ്കൂളിൽ കൊണ്ടുവിടുന്നതും തിരിച്ചു വിളിച്ചുകൊണ്ടുവരുന്നതും ശരവണ്ണാണ്. ശരവണ്ണും മിത്രയ്ക്കും ഇടയിൽ എന്തൊക്കെയോ ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അവരിപ്പോൾ ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫിനെ പോലെയൊന്നും അല്ല ജീവിക്കുന്നത്. അങ്ങനെ ഒരു ദിവസം ശരവണ്ണൻ ജീവയെ സ്കൂളിൽ നിന്നും വിളിച്ചുകൊണ്ടുവരാൻ ഒന്ന് ലേറ്റായി. ശരവണ്ണൻ അവിടെ എത്തുമ്പോഴേക്കും ജീവി അവിടെ കാണാനുണ്ടായിരുന്നില്ല. സ്കൂളിലെ CCTV ചെക്ക് ചെയ്യുമ്പോൾ അവനെ ആരോ കൂട്ടിക്കൊണ്ടു പോയിരിക്കുകയാണെന്ന് ശരവണ്ണന് മനസ്സിലായി. പക്ഷെ അവനെ കടത്തിക്കൊണ്ടുപോയ ആളുടെ ഫേസ് കണ്ട് ഈ കുടുംബം മുഴുവൻ ഞെട്ടി. അവരുടെ പാസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട ഒരാളായിരുന്നു ഈ കിഡ്നാപ്പിംഗിന്റെ പിന്നില്. ഇനിയാണ് ഇവരുടെ പാസ്റ്റ് എന്താണെന്ന് നമ്മളെ കാണിക്കുന്നത്. ഏകദേശം 7 വർഷങ്ങൾക്ക് മുൻപ് ചെന്നൈയിലെ ഒരു സ്റ്റേഷനിലെ ഇൻസ്പെക്ടറായിരുന്നു കല്യാണ സുന്ദരം. അനീതിക്കെതിരെ ശരിക്കും ശബ്ദമുയർത്തുന്ന ഒരു പോലീസുകാരൻ. ഫ്രോഡ് കാണിക്കുന്നവരെ എല്ലാം തന്നെ ക്രൂരമായി മർദ്ദിക്കും. നാട്ടിലെ ഒരുപാട് പേർക്ക് ഈ ഒരു പോലീസുകാരനെ ഇഷ്ടമായിരുന്നു. അന്ന് ഇലക്ട്രിസിറ്റി ബോർഡിൽ ജോലി ചെയ്യുകയായിരുന്നു നമ്മുടെ നായകൻ ശരവണൻ. അവന്റെ അമ്മ ചെയ്തുകൊണ്ടിരുന്ന ജോലി അമ്മ മരിച്ചപ്പോൾ അവന് കിട്ടി. അവന്റെ വീട്ടിലിപ്പോൾ അവൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഐഷു എന്ന് പറഞ്ഞൊരു പെൺകുട്ടിയെ അവൻ സ്നേഹിക്കുന്നുണ്ട്. ഐഷുവിന്റെ അച്ഛൻ ഒരു ബിസിനസ്സുകാരനായിരുന്നു. ശരവണൻ സ്ഥിരമായിട്ട് ആഹാരം കഴിക്കുന്ന ഹോട്ടലിൽ വെച്ച് അവന്റെ ഒരു ഫ്രണ്ട് സതയെ കാണുന്നു. ഈ സത ഒരു ട്രേഡിംഗ് കമ്പനിയിലാണ് ജോലി ചെയ്യുന്നത്. പെട്ടെന്ന് കാശുണ്ടാക്കാൻ പല വഴികളും ഉണ്ടെന്ന് പലപ്പോഴും സദ അവനോട് പറയാറുണ്ടായിരുന്നു. എന്നാൽ ശരവണൻ ആദ്യം അതൊന്നും മൈൻഡ് ചെയ്തില്ല. EB ഓഫീസിലെ ശരവണന്റെ കൂടെ ജോലി ചെയ്യുന്ന ആളാണ് ഗംഗാധരൻ. ജോലിക്കിടയ്ക്ക് പലപ്പോഴും അയാൾ തന്റെ വൈഫിന്റെ പല കാര്യങ്ങളുമായിട്ടും പുറത്തു പോകും. അപ്പോൾ ജോലിഭാരം മുഴുവൻ ശരവണന്റെ തലയിലാകും. കറണ്ട് ബില്ലടയ്ക്കാൻ അവിടെ ദിവസവും ഒരുപാട് ആൾക്കാരാണ് ക്യൂ നിൽക്കുന്നത്. അതേ സിറ്റിയിൽ തന്നെ നമ്മുടെ നായികയായ മിത്രയെ കാണിക്കുന്നു. ഓർഫനേജിൽ വളർന്നു വന്ന അവളാകട്ടെ ആരെയോ സ്നേഹിച്ച് വിവാഹം കഴിച്ചു. പക്ഷെ പിന്നീട് അവളുടെ ഹസ്ബൻഡിന് എന്ത് സംഭവിച്ചു എന്ന് നമ്മളെ കാണിക്കുന്നില്ല. അവൾ ഇപ്പോൾ ഗർഭിണിയാണ്. ആ ഒരു സിറ്റിയിൽ അവൾ ഒറ്റയ്ക്കാണ് താമസിക്കുന്നത്. കയ്യിലുണ്ടായിരുന്ന കുറച്ച് ഗോൾഡും വിറ്റ് ചിലരുടെയൊക്കെ കയ്യിൽ നിന്ന് കാശും വാങ്ങിയിട്ടാണ് അവൾ സിറ്റിയിൽ തന്നെ ഒരു വീട് 3 വർഷത്തേക്ക് ലീസിനെടുത്തത്. അപ്പൊ പിന്നെ മാസം മാസം വാടക അടിക്കണ്ടല്ലോ എന്ന് അവൾ ചിന്തിച്ചു. ഒരു മാസവരുമാനമൊന്നും കറക്റ്റായിട്ട് അവൾക്ക് ഉണ്ടായിരുന്നില്ല. പക്ഷേ ഹോസ്പിറ്റലിൽ നിന്നും തിരിച്ചെത്തിയപ്പോഴാണ് അവൾ മനസ്സിലാക്കുന്നത് ആ കമ്പനി ഫ്രോഡായിരുന്നു എന്ന്. 3 വർഷത്തേക്ക് ലീസിനെന്ന് പറഞ്ഞിട്ട് അവളെ പറ്റിച്ചതാണ്. ആ വീടിന്റെ യഥാർത്ഥ ഓണർ വന്ന് അവളെ അവിടെ നിന്നും പുറത്താക്കി. കയ്യിലുണ്ടായിരുന്ന കാശും പോയി, താമസിച്ചിരുന്ന ഇടവും പോയി. അതോടുകൂടി അവൾക്ക് എന്ത് ചെയ്യണമെന്നറിയാതെ സാധനങ്ങളും എടുത്ത് പുറത്തേക്കിറങ്ങി. തൽക്കാലം ഒരു ഫ്രണ്ടിന്റെ വീട്ടിൽ ഒരു ദിവസത്തേക്ക് അവൾ നിൽക്കുന്നു. മറ്റൊരിടത്ത് ഒരു ട്രസ്റ്റ് നടത്തിയിരുന്ന ആളുടെ മകനായ ജാക്കിയെയും അയാളുടെ വൈഫ് ജാനകിയും കാണിക്കുന്നു. ഈ ട്രസ്റ്റ് നടത്തിയിരുന്ന ആൾ മരിച്ചുപോയി. ഇവർ താമസിച്ചിരുന്ന വീടും ട്രസ്റ്റിലേക്ക് തന്നെയാണ് എഴുതി വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് അത് വിൽക്കാനോ പണയം വെക്കാനോ ഒന്നും പറ്റില്ല. ജാക്കിയുടെ അച്ഛൻ കാണിച്ച ഈ പണി കാരണം ജാക്കിക്ക് ശരിക്കും അച്ഛനോട് ദേഷ്യമുണ്ട്. കൂടാതെ ജാക്കിയുടെ അമ്മ ജാനകിക്കാകട്ടെ തീരെ സുഖമില്ല. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞത് ജാനകിക്ക് ലങ് ക്യാൻസർ ആണ്. എത്രയും പെട്ടെന്ന് സീരിയസ് ആയിട്ടൊരു സർജറി നടത്തിയെങ്കിലേ പറ്റൂന്ന്. അതിന് 10 ലക്ഷം രൂപ ചെലവാകുമെന്ന്. കാശ് കണ്ടെത്താൻ ജാക്കിക്ക് ഒരു മാർഗവും കണ്ടില്ല. പണ്ട് അച്ഛൻ ഹെൽപ്പ് ചെയ്തിരുന്ന പലരോടും ജാക്കി ചോദിച്ചെങ്കിലും അവരാരും കാശ് കൊടുത്തില്ല. ഇവിടെ ശരവണ്ണോട് ഐഷു പറയുന്നുണ്ട്, നമ്മുടെ കാര്യം വീട്ടിലറിഞ്ഞു, അച്ഛനും അമ്മയും നിന്നെ കാണാൻ നിന്റെ വീട്ടിലേക്ക് വരുന്നുണ്ടെന്ന്. വീടൊക്കെ ഒന്ന് ക്ലീൻ ആക്കി വെക്കാൻ. അവൻ പെട്ടെന്ന് തന്നെ ഓഫീസിൽ നിന്ന് വീട്ടിലെത്തി വീടൊക്കെ ഒന്ന് ക്ലീൻ ആക്കി വെച്ചു. ഐഷുവിന്റെ അച്ഛനും അമ്മയും വന്നപ്പോൾ അവൻ പറയുന്നുണ്ട് താനിപ്പോൾ ഗവൺമെന്റ് ജോലിയാണ് ചെയ്യുന്നതെങ്കിലും ഭാവിയിൽ ഇതൊക്കെ വിട്ടിട്ട് എന്തെങ്കിലും ഒരു ബിസിനസ് നടത്താൻ ആഗ്രഹിക്കുന്നുണ്ടെന്നും സ്വന്തമായിട്ട് എന്തെങ്കിലുമൊക്കെ നേടിയെടുക്കണമെന്ന് ആഗ്രഹമുണ്ടെന്നും. പക്ഷെ ആ സമയം കുറച്ച് പലിശക്കാര് അവനെ കാണാൻ വരുന്നുണ്ട്. അവന്റെ അമ്മ പലരിൽ നിന്നൊക്കെ കടം വാങ്ങിയിട്ടാണ് ഈ വീട് വെച്ചത്. ആ കടങ്ങളൊക്കെ ഒരുപാട് തീർക്കാനുമുണ്ട്. അമ്മ മരിച്ചിട്ടും അവൻ കുറേശ്ശെ തീർത്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അവര് നിരന്തരം കയറി വന്ന് അവനെ ഭീഷണിപ്പെടുത്താൻ ആരംഭിച്ചു. ഇത് കണ്ടതോടുകൂടി ഐഷുവിന്റെ പേരൻസ് ഈ വിവാഹത്തിന് സമ്മതമല്ല എന്നുള്ള രീതിയിൽ അവിടെ നിന്നും ഇറങ്ങിപ്പോയി. അവിടുത്തെ ഒരു വലിയ ബിസിനസ്സുകാരന്റെ മകനായിരുന്നു ശബരി. തന്റെ അച്ഛന്റെ കീഴിൽ നിൽക്കാതെ തനിക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യണമെന്ന് ശബരിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. ഈ ശബരി നമ്മുടെ നായകൻ ശരവണ്ണന്റെ കൂട്ടുകാരനാണ്. ശരവണ്ണന് പലപ്പോഴും കാശിന് ആവശ്യം വരുമ്പോൾ ശബരിയായിരുന്നു കൊടുക്കാറ്. ശബരി റിതി എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയെ സ്നേഹിച്ചിരുന്നു. എന്നാൽ ശബരിയുടെ അച്ഛന് ഈ ബന്ധം ഇഷ്ടമല്ല. റിതി ഇപ്പോൾ പ്രഗ്നന്റ് ആണ്. എങ്ങനെയെങ്കിലും കുറച്ച് കാശുണ്ടാക്കി എവിടെയെങ്കിലും പോയി ബിസിനസ് ചെയ്യണമെന്നും ഈ നാട് വരണമെന്നുമായിരുന്നു ശബരിയുടെയും റിതിയുടെ ആഗ്രഹം. മിത്രയ്ക്കാണെങ്കിലും ജാക്കിക്കാണെങ്കിലും ശരവണ്ണായാലും കാശിന്റെ ആവശ്യം ഒരുപാടുണ്ട്. ശരവണ്ണോട് അവന്റെ ഫ്രണ്ട് സദ പറയുന്നുണ്ട്, എന്റെ ട്രേഡിംഗ് കമ്പനിയിൽ ഞങ്ങളുടെ മാനേജർ എന്തു പറയുന്നു അതാ ഞങ്ങൾ ചെയ്യുന്നത്. വലിയ വലിയ ആൾക്കാരിൽ നിന്നും കാശ് വാങ്ങും. അത് എവിടെ ഇൻവെസ്റ്റ് ചെയ്യണമെന്നും എപ്പോൾ പിൻവലിക്കണമെന്നൊക്കെ ഞങ്ങളുടെ മാനേജർ പറയും. അതനുസരിച്ച് ഞങ്ങൾ ചെയ്യുകയും ഇൻവെസ്റ്റ് ചെയ്ത ആൾക്കാർക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യും. പക്ഷേ ട്രേഡിങ്ങിനെ കുറിച്ചൊക്കെ അറിയാവുന്ന ഞങ്ങൾ ജോലിക്കാർക്ക് മറ്റുള്ളവർക്ക് മാത്രം കാശുണ്ടാക്കി കൊടുക്കാതെ കുറച്ച് കാശ് ഞങ്ങൾക്കും ഉണ്ടാക്കാൻ ആഗ്രഹം തോന്നിയിരുന്നു. അങ്ങനെ പലരും സ്വന്തമായിട്ട് കുറച്ച് കാശ് എവിടെ നിന്നെങ്കിലും ഒപ്പിച്ച് ട്രേഡിംഗിലിട്ട് നല്ല ലാഭം ഉണ്ടാക്കി. അതുപോലെ നീ എവിടെന്നെങ്കിലും കുറച്ച് കാശ് സംഘടിപ്പിച്ചു തരികയാണെങ്കിൽ നമുക്ക് രണ്ടുപേർക്കും കൂടി അത് ട്രേഡിംഗിൽ ഇൻവെസ്റ്റ് ചെയ്ത് ഞാൻ മാക്സിമം പ്രോഫിറ്റ് ഉണ്ടാക്കി തരാമെന്ന് സദ പറയുന്നു. അത്രയും കാശ് എടുക്കാൻ ശരവണ്ണന്റെ കയ്യിലില്ല. അപ്പോൾ അവന്റെ ഐഡിയ തോന്നുന്നുണ്ട്. ദിവസവും ഒരുപാട് പേര് കറണ്ട് ബിൽ അടയ്ക്കാൻ വരുന്നുണ്ട്. അവരുടെ കയ്യിൽ നിന്നെല്ലാം തന്നെ ക്യാഷ് കളക്ട് ചെയ്ത് ആരും അറിയാതെ അത് സദയുടെ കയ്യിൽ കൊണ്ടുകൊടുക്കുക. അവൻ നല്ല പ്രോഫിറ്റ് ഉണ്ടാക്കും. കിട്ടിയ പ്രോഫിറ്റ് എടുത്തിട്ട് ബാക്കി കാശ്
കാശ് ഈ കസ്റ്റമേഴ്സ് അറിയാതെ അവരുടെ കറണ്ട് കട്ട് ചെയ്യുന്നതിന് മുമ്പ് തിരിച്ചടച്ചാൽ മതിയല്ലോ. പക്ഷേ ഈ കറണ്ട് ബില്ല് അടയ്ക്കാൻ വരുമ്പോൾ പ്രിന്റ് ചെയ്ത ബില്ല് അവർക്ക് കൊടുക്കണം. അത് കൊടുത്തു കഴിഞ്ഞാൽ പ്രശ്നമാണ്. അതുകൊണ്ട് പ്രിന്റിംഗ് മെഷീൻ കേടാക്കാൻ ശരവണൻ തീരുമാനിക്കുന്നു. അങ്ങനെ അവൻ ആവശ്യമുള്ള സമയത്തെല്ലാം തന്നെ പ്രിന്റിംഗ് മെഷീൻ അവൻ കേടാക്കുകയും കൈകൊണ്ട് എഴുതിയ ബില്ല് ഇവർക്ക് കൊടുക്കുകയും ചെയ്തു. എന്നിട്ട് ആരും അറിയാതെ ആ കാശെല്ലാം തന്നെ സദയ്ക്ക് കൊണ്ടു കൊടുത്തു. സദ പ്രോഫിറ്റ് ഉണ്ടാക്കുന്നതിനനുസരിച്ച് പ്രോഫിറ്റ് എടുത്ത ശേഷം ബാക്കി കാശ് കൊണ്ടുവന്ന് ഡ്യൂ ഡേറ്റിന് മുന്നേ കസ്റ്റമേഴ്സിന്റെ ബില്ല് അടയ്ക്കുകയും ചെയ്തു. അത് കാരണം ആർക്കും പ്രശ്നമില്ല. ഇവിടെ മിത്ര കാശുണ്ടാക്കാൻ മറ്റൊരു വഴിയാണ് തെരഞ്ഞെടുത്തത്. അവള് ലീസിനെടുത്ത വീട് ഒരു കമ്പനിയിൽ നിന്നായിരുന്നല്ലോ. ആ കമ്പനി അവളെ പറ്റിച്ചില്ലേ? അതുപോലെ എന്തുകൊണ്ട് തനിക്ക് ഒരു കമ്പനി തുടങ്ങിക്കൂടാ? ഇതുപോലെ ചെറിയ രീതിയിൽ ആൾക്കാരെ പറ്റിച്ച് കുറച്ച് പ്രോഫിറ്റ് ഉണ്ടായിക്കൂടാന്ന് തോന്നി. പലയിടങ്ങളിലും വാടകയ്ക്ക് വീട് കൊടുക്കുന്ന യഥാർത്ഥ ഓണേഴ്സിനെ പോയി കാണുന്നു. അവരുടെ വീട് കറക്റ്റായിട്ട് ഞങ്ങൾ മെയിൻറ്റെയിൻ ചെയ്തു കൊള്ളാം, വാടകയ്ക്ക് താമസിക്കുന്ന ആൾക്കാരിൽ നിന്ന് കറക്റ്റായിട്ട് വാടക പിരിച്ച് നിങ്ങൾക്ക് കൊണ്ട് തന്നിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് പല വീടിന്റെ ഓണേഴ്സിനെയും കൺവിൻസ് ചെയ്യുന്നു. അങ്ങനെ പലയിടങ്ങളിലും പ്രോപ്പർട്ടീസ് ഉള്ള വലിയ വലിയ ആൾക്കാര് അതൊക്കെ നോക്കാൻ മിത്രയെ ഏൽപ്പിക്കുന്നു. മിത്ര ആ വീട് പലർക്കും 3 വർഷത്തേക്കെന്ന് പറഞ്ഞിട്ടൊക്കെ ലീസിന് കൊടുക്കുന്നുണ്ട്. അവരുടെ കയ്യിൽ നിന്ന് ഒറ്റത്തവണ വലിയൊരു എമൗണ്ട് കളക്ട് ചെയ്യുന്നു. എന്നിട്ടത് പലയിടത്തും ഇൻവെസ്റ്റ് ചെയ്ത് പ്രോഫിറ്റ് ഉണ്ടാക്കുന്നു. അതിൽ നിന്ന് കിട്ടുന്ന പ്രോഫിറ്റിൽ നിന്ന് ഒരംശം റിയൽ ഓണേഴ്സിന് വാടകയാണെന്ന് പറഞ്ഞ് കൊടുക്കുകയും ചെയ്യുന്നു. ജാക്കിയെ കിട്ട തന്റെ അമ്മയുടെ ചികിത്സയ്ക്ക് കാശ് വേണമെന്ന് പറഞ്ഞിട്ട് ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇവരുടെ ട്രസ്റ്റ് വഴി സഹായം കിട്ടിയ ഒരുപാട് ആൾക്കാര് ജാക്കിയുടെ അമ്മ ജാനകിയുടെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് പണം അയച്ചുകൊണ്ടേയിരുന്നു. 5000-ഉം 10,000-ഉം വെച്ചിട്ട് ജാക്കിയുടെ അക്കൗണ്ടിലേക്ക് കയറിക്കൊണ്ടേയിരിക്കുകയാണ്. അച്ഛൻ പണ്ട് ചെയ്ത നന്മയ്ക്ക് ഗുണമുണ്ടായെന്ന് അവന് മനസ്സിലായി. അങ്ങനെ സർജറിക്ക് വേണ്ടിയിട്ടുള്ള മുഴുവൻ കാശ് ഇവർക്ക് കിട്ടി. എന്നാൽ ഹോസ്പിറ്റലിൽ എത്തുമ്പോഴാണ് അവിടെ മറ്റൊരു ട്വിസ്റ്റ്. ആ ഡോക്ടർ ആകട്ടെ ഫ്രോഡ് കാണിച്ച് പഠിച്ച് പാസ്സായതാണ്. അതുകൊണ്ട് അയാൾക്ക് കറക്റ്റായിട്ട് ഡിസീസ് ഡയഗ്നോസ് ചെയ്യാനൊന്നും അറിയില്ല. ശരിക്കും ജാനകിക്ക് ലങ് ക്യാൻസർ ഒന്നും ഉണ്ടായിരുന്നില്ല. ഒരു സീനിയർ ഡോക്ടറിനെ കൺസൾട്ട് ചെയ്തപ്പോൾ ഈ ഡോക്ടറിന് മനസ്സിലായി തനിക്ക് പിഴവ് പറ്റിയതാണെന്ന്. അതുകൊണ്ട് തൽക്കാലം അയാൾ ജാക്കിയോട് പറയുന്നുണ്ട്, നിങ്ങളുടെ അമ്മയുടെ ക്യാൻസർ ഒക്കെ തനിയെ പോയി, ഇപ്പൊ ഒരു പ്രശ്നമില്ല, ഇവർ ഓക്കെയാണ്, സർജറി വേണ്ടെന്ന്. അത് കേട്ടതോടെ അവർക്ക് സന്തോഷം തോന്നി. പക്ഷെ ആൾക്കാരിൽ നിന്ന് പിരിച്ച കാശ് എന്ത് ചെയ്യുമെന്ന് ജാക്കി ആലോചിക്കുന്നു. അതൊക്കെ അവർക്ക് തിരിച്ചു കൊടുത്താലോ എന്ന് ജാക്കി പറഞ്ഞതും ജാനകി പറയുന്നുണ്ട്, അതിന്റെ ആവശ്യമില്ല, ദൈവമായിട്ട് നമുക്ക് ഇപ്പോൾ ഇത്രയും പണം തന്നതാണ്, നമുക്കിത് എവിടെയെങ്കിലുമൊക്കെ ഇൻവെസ്റ്റ് ചെയ്തിട്ട് കുറച്ചധികം കാശുണ്ടാക്കാം. കൂടാതെ നമുക്ക് അച്ഛൻ നിർത്തിവെച്ച ട്രസ്റ്റ് വീണ്ടും തുടങ്ങാം. അപ്പൊ ഇനിയും ഒരുപാട് കാശ് വരും. ആ കാശ് വെച്ച് കുറച്ച് ആൾക്കാർക്കൊക്കെ നല്ല കാര്യം ചെയ്തിട്ട് ബാക്കി കാശ് നമുക്ക് എടുക്കാമെന്ന്. അങ്ങനെ ഇതിനു മുമ്പ് ചികിത്സയ്ക്ക് പണം ആവശ്യപ്പെട്ട പലരുടെയും പ്രൊഫൈൽ വെച്ചിട്ട് ഇവർ ഫ്രോഡ് പരിപാടി നടത്തുന്നു. ഇതൊന്നും അറിയാതെ പല ആൾക്കാരും ഇവരുടെ ട്രസ്റ്റിലേക്ക് കാശ് അയച്ചുകൊണ്ടേയിരുന്നു. അങ്ങനെ ഒരു സൈഡില് ശരവണ്ണും മിത്രയും ജാക്കിയെല്ലാം തന്നെ ഫ്രോഡ് പരിപാടിയിലൂടെ കാശുണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. സതയും ശരവണ്ണും കൂടി മറ്റൊരു പ്ലാൻ കൂടി ഇടുന്നുണ്ട്. അവരൊരു സൈഡ് ബിസിനസ് പോലൊരു കമ്പനി ആരംഭിക്കുന്നു. അവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് 20% പ്രോഫിറ്റ് ഉണ്ടാക്കി കൊടുക്കൂന്ന് പറഞ്ഞിട്ട് ആൾക്കാരെ വിശ്വസിപ്പിക്കുന്നു. അങ്ങനെ അവിടെ ആൾക്കാര് കാശ് ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങിയതോടുകൂടി ആ കാശ് എടുത്ത് ട്രേഡിംഗിലിട്ടിട്ട് 60% പ്രോഫിറ്റ് സതയും ശരവണ്ണും എടുത്തിട്ട് അതിൽ 20% മാത്രം തങ്ങളുടെ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്തവർക്ക് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഈ ശരവണ്ണ കമ്പനിയെ പറ്റി അറിഞ്ഞിട്ട് മിത്രയും ജാനകി എല്ലാം തന്നെ ശരവണ്ണ കമ്പനിയിൽ തങ്ങളുടെ മുഴുവൻ സമ്പാദ്യം കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നു. ശരവൺ പെട്ടെന്നായിരുന്നു ഉയരങ്ങളിലേക്ക് പോയത്. അവന്റെ കയ്യിൽ ഒരുപാട് പണം വന്നു തുടങ്ങി. അതോടുകൂടി ഐഷുവിന്റെ വീട്ടുകാർക്കും മനസ്സിലായി ഇവന്റെ കടങ്ങളൊക്കെ ഇവൻ തീർത്തുവെന്നും ഇവൻ ഉയരങ്ങളിലേക്ക് പോവുകയാണെന്നും. അതുകൊണ്ട് അവർ ആ വിവാഹം വീണ്ടും ഉറപ്പിക്കുന്നു. അങ്ങനെയിരിക്കെ ശരവണ്ണന്റെ കൂട്ടുകാരൻ ശബരിക്ക് ഒരു ആവശ്യം വരുന്നു. അവനൊരു ബിസിനസ് തുടങ്ങണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നല്ലോ. അതിന് 5 കോടി രൂപ വേണം. അവന്റെ പരിചയത്തിൽ ഒരു ഇൻവെസ്റ്റർ ഉണ്ട്. അയാൾക്കൊരു 10 കോടിയുടെ ആവശ്യം ഉണ്ടായിരുന്നു. ആ 10 കോടി അയാൾക്ക് കൊടുക്കുകയാണെങ്കിൽ അയാൾ 20 കോടിയാക്കി ശബരിക്ക് തിരിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൽ നിന്ന് 5 കോടി അവൻ എടുത്തിട്ട് ബാക്കി 5 കോടി ഈ 10 കോടി തന്ന ആൾക്ക് അവൻ തിരിച്ചു കൊടുക്കും. പക്ഷെ ഈ 10 കോടി ആര് തരുമെന്നതായിരുന്നു കൺഫ്യൂഷൻ. ശബരി ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്നപ്പോൾ ശരവണൻ പറയുന്നുണ്ട്, ഞാൻ 10 കോടി നിനക്ക് സംഘടിപ്പിച്ചു തരാം, നീ അത് 20 കോടി ആക്കിയ ശേഷം അതിൽ നിന്നും 5 കോടി എടുത്തിട്ട് ബാക്കി 5 കോടിയും ഞാൻ തന്ന 10 കോടിയും എനിക്ക് തരണമെന്ന്. ഇത് സ്വന്തം കാശാണെന്ന് ശരവണൻ പറയുന്നില്ല, താൻ വേറൊരാളുടെ കയ്യിൽ നിന്ന് വാങ്ങി തരുന്നതാണെന്നാണ് ശരവണൻ പറയുന്നത്. എന്നിട്ട് ശരവണ്ണും സതയും ചേർന്നിട്ട് തങ്ങളുടെ കയ്യിലുള്ള മുഴുവൻ കാശും ശേഖരിക്കുന്നു. പലയിടങ്ങളിലായിട്ട് അവർ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. കൂടാതെ തങ്ങളുടെ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്ത എല്ലാ ആൾക്കാരുടെയും കാശും കൂടി ചേർത്തിട്ട് 10 കോടിയാക്കി ശബരിയുടെ കയ്യിൽ കൊടുത്തു. അവൻ കുറച്ച് പ്രോഫിറ്റ് ഉണ്ടാക്കിയ ശേഷം 15 കോടി തങ്ങൾക്ക് തിരിച്ചു തരുമെന്നൊരു വിശ്വാസം ഇവർക്കുണ്ടായിരുന്നു. പക്ഷെ ആ കാശുമായിട്ട് പോയ ശബരിയുടെ മരണവാർത്തയാണ് പിറ്റേന്ന് ശരവണ്ണനെ തേടി എത്തുന്നത്. ഏതോ ഗുണ്ടകള് അവനെ കൊന്ന ശേഷം ആ കാശും കൊണ്ട് പോയിരിക്കുന്നു. തന്റെ കൂട്ടുകാരൻ പോയ ദുഃഖത്തോടൊപ്പം ഇതുവരെയും സമ്പാദിച്ച മുഴുവൻ കാശും നഷ്ടപ്പെട്ടു. അവനെ വിശ്വസിച്ച് പലരും ഇൻവെസ്റ്റ് ചെയ്ത കാശും പോയി. കൂടാതെ ശബരി സ്നേഹിച്ചിരുന്ന പെൺകുട്ടി ഹൃതിയും അനാഥയായി. അവളുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞിന്റെ അച്ഛൻ ഇപ്പോൾ മരിച്ചിരിക്കുന്നു. എന്ത് ചെയ്യണമെന്നറിയാതെ ആകെ തകർന്നിരിക്കുകയായിരുന്നു ശരവണൻ. അവന്റെ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്ത ആൾക്കാർ മുഴുവൻ അവന്റെ അടുത്ത് ചോദ്യവുമായി എത്തി. കൂടാതെ അവൻ ഇലക്ട്രിസിറ്റി ബോർഡിൽ നിന്നും ഫ്രോഡ് നടത്തി കുറച്ച് കാശ് എടുത്തിട്ടുണ്ടായിരുന്നു. അതും തിരിച്ചടിക്കാൻ പറ്റാത്ത അവസ്ഥയായി. അതോടെ പല ആൾക്കാരുടെയും വീട്ടില് കറണ്ട് കട്ടായി. അവരെല്ലാവരും EB ഓഫീസിൽ വന്നിട്ട് ബഹളം ഉണ്ടാക്കാൻ തുടങ്ങി. തങ്ങൾ ബില്ലടച്ചിരുന്നു, പ്രിന്റർ കേടാന്ന് പറഞ്ഞിട്ട് തങ്ങൾക്ക് കൈകൊണ്ട് എഴുതിയ റെസിപ്റ്റാ തന്നെന്ന് പറഞ്ഞിട്ട് ശരവണ്ണന് ഓഫീസിലേക്കും പോകാൻ പറ്റാതെയായി. ഓഫീസിലെ ആൾക്കാർക്കും മനസ്സിലായി ഇതിന്റെ എല്ലാം പിന്നില് ശരവണ്ണനാണെന്ന്. അതോടുകൂടി അവനെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നു. അതേസമയം മിത്രയും പോലീസ് പിടിയിലാകുന്നു. കാരണം
കാരണം അവൾ ലീസിനെന്നും പറഞ്ഞു കൊടുത്ത പല ആൾക്കാരുടെയും വീട്ടിലേക്ക് യഥാർത്ഥ ഓണേഴ്സ് വന്നു തുടങ്ങി. അതോടെ അവളുടെ കള്ളത്തരവും പൊളിഞ്ഞു. കൂടാതെ ജാക്കിയാകട്ടെ ട്രസ്റ്റിന്റെ പേരിൽ ഇപ്പോഴും ഡൊണേഷൻ വാങ്ങുന്നുണ്ടല്ലോ, അത് ചില ആൾക്കാർ കണ്ടുപിടിക്കുന്നു. ചികിത്സയ്ക്ക് കഴിഞ്ഞ ആൾക്കാരുടെ പേരിലാണ് ഇപ്പോഴും ഇവർ ചികിത്സയ്ക്ക് കാശ് ആവശ്യമുണ്ടെന്ന് പറഞ്ഞിട്ട് ഡൊണേഷൻ വാങ്ങുന്നതെന്ന്. അങ്ങനെ ഏകദേശം ഒരേ സമയം തന്നെ ശരവണ്ണൻ, ജാക്കിയും മിത്രയും ജാനകിയും എല്ലാം തന്നെ പോലീസ് കസ്റ്റഡിയിലായി. ജാക്കിയോടും മിത്രയോടും പോലീസുകാര് ഫ്രോഡ് പരിപാടി നടത്തി ശേഖരിച്ച കാശ് എവിടെയെന്ന് ചോദിക്കുമ്പോൾ അവര് പറയുന്നത് ഞങ്ങൾ ശരവണന്റെ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്തു എന്നാണ്. എല്ലാ കുറ്റങ്ങളും ശരവണന്റെ മുകളിലേക്കായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. ശരവണൻ ഫ്രോഡാണെന്ന് തെളിഞ്ഞതോടുകൂടി ഐഷുവും ഫാമിലിയും അവനുമായിട്ടുള്ള എല്ലാ ബന്ധവും അവസാനിപ്പിച്ചു. സ്റ്റേഷനിൽ വെച്ചിട്ട് മിത്രയും ജാക്കിയെല്ലാം തന്നെ ശരവണനെ കുറ്റപ്പെടുത്തുകയായിരുന്നു. എന്നാൽ ആ സമയം ആ കല്യാണ സുന്ദരം എന്ന് പറയുന്ന പോലീസുകാരൻ ഇവരെ എല്ലാവരെയും ചോദ്യം ചെയ്യുകയാണ്. അയാൾക്ക് ഫ്രോഡ് പരിപാടി കാണിക്കുന്നത് ഒട്ടും തന്നെ ഇഷ്ടമല്ലല്ലോ. ഒരു പോലീസുകാരനെ മാത്രം ഇവിടെ നിർത്തിയ ശേഷം അയാൾ അവിടെ നിന്നും പോയി. എന്നിട്ട് കുറച്ചു കഴിഞ്ഞിട്ട് ഈ പോലീസുകാരനെ വിളിച്ചിട്ട് പറയുന്നുണ്ട് അവരെ എല്ലാവരെയും എൻകൗണ്ടറിൽ തീർക്കണമെന്ന്. എന്നാൽ ഇത് ശരവണൻ കേൾക്കുന്നു. തങ്ങളെയൊക്കെ കൊന്നുകളയാനാ കല്യാണ സുന്ദരത്തിന്റെ പ്ലാൻ എന്ന് മനസ്സിലായതും അവിടെ ഉണ്ടായിരുന്ന ആ ഒരു പോലീസുകാരനെ ആക്രമിച്ചിട്ട് തൽക്കാലം ശരവണൻ ബാക്കി എല്ലാവരെയും കൂട്ടി അവിടെ നിന്ന് രക്ഷപ്പെടുന്നു. ശരവണനെ വിട്ടുകഴിഞ്ഞാൽ തങ്ങളുടെ കാശ് തിരിച്ചു കിട്ടില്ല എന്ന് മനസ്സിലായതോടുകൂടി അവരും ശരവണന്റെ കൂടെ പോയി. ആ നാട്ടിൽ അവർക്ക് ജീവിക്കാൻ പറ്റത്തില്ല. കാരണം ഓൾറെഡി അവർ നടത്തിയ ഫ്രോഡ് എല്ലാവരും അറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് അവർ കർണാടകയിലേക്ക് നാടുവിട്ടത്. അവിടെ എത്തിയ ഒരു ഫാമിലിയെ പോലെ താമസിക്കാൻ ആരംഭിച്ചത്. തങ്ങളെ തേടി കല്യാണ സുന്ദരം വരത്തില്ല എന്നൊരു വിശ്വാസമായിരുന്നു ഇത്രയും കാലം അവർക്കുണ്ടായിരുന്നത്. ശരിക്കും ഇത്രയും ശരവണനും വിവാഹം കഴിച്ചിട്ടില്ല. പക്ഷേ ജീവയെ തന്റെ മകനെ പോലെയാണ് ശരവണൻ കാണുന്നത്. അങ്ങനെ കഥ പ്രസന്റിലേക്ക് വരികയാണ്. 7 വർഷങ്ങൾക്ക് മുമ്പ് അവർ രക്ഷപ്പെട്ടു വന്നത് കല്യാണ സുന്ദരത്തിന്റെ അടുത്തു നിന്നായിരുന്നില്ലേ? അതേ കല്യാണ സുന്ദരം തന്നെയായിരുന്നു ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ഇവരെ കണ്ടുപിടിച്ച് ഇവരുടെ മകൻ ജീവയെ തട്ടിക്കൊണ്ടുപോയത്. ഒടുവിൽ ഇവരെല്ലാവരും ചെന്നൈയിലേക്ക് പോകുന്നു. കല്യാണ സുന്ദരത്തിനെ കണ്ടിട്ട് തങ്ങളുടെ മകനെ വെറുതെ വിടണമെന്ന് പറയുന്നു. എന്നാൽ അയാൾ പറയുന്നുണ്ട് നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഞാൻ അത്ര നല്ലവനൊന്നുമല്ല. നിങ്ങളെയൊന്നും കൈയോടെ പിടിക്കാൻ വേണ്ടിയിട്ടുമല്ല ഞാനിത് ചെയ്തത്. എനിക്ക് നിങ്ങളെ കൊണ്ടൊരു ആവശ്യമുണ്ട്. വർഷങ്ങൾക്ക് മുമ്പ് നീയൊക്കെ എന്നെ പറ്റിച്ച് കടന്നു കളഞ്ഞു എന്നല്ലേ കരുതിയിരുന്നത്. എന്നാൽ അങ്ങനെയൊന്നും അല്ല. ഞാൻ തന്നെയാണ് നിങ്ങൾക്കൊക്കെ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഒരു അവസരം ഇട്ടു തന്നത്. അതിന്റെ പിന്നിൽ ഒരു കാരണമുണ്ട്. ശരിക്കും ഈ കല്യാണ സുന്ദരം അത്ര നല്ല പോലീസുകാരനൊന്നും ആയിരുന്നില്ല. അയാൾക്ക് കാശ് കൊടുത്തു കഴിഞ്ഞാൽ അവർ പറയുന്ന എന്തും അയാൾ ചെയ്യുമായിരുന്നു. എന്നാൽ ജനങ്ങളുടെ മുന്നിൽ അയാൾ നല്ലവനായിട്ട് അഭിനയിക്കുകയായിരുന്നു. അങ്ങനെ ഒരുപാട് കാശ് അയാൾ പലരുടെയും കയ്യിൽ നിന്നുണ്ടാക്കിയിട്ടുണ്ട്. പല ക്രിമിനൽസിനെയും അയാൾ വെറുതെ വിട്ടിട്ടുമുണ്ട്. കാരണം എപ്പോഴെങ്കിലും ലൈഫിൽ ആ ക്രിമിനൽസിന്റെ ആവശ്യം തനിക്ക് വരുമെന്ന് അയാൾക്ക് അറിയാമായിരുന്നു. അങ്ങനെ ബുദ്ധിമാന്മാരായ 4 ക്രിമിനൽസിനെ അയാൾ വർഷങ്ങൾക്ക് മുമ്പ് വെറുതെ വിട്ടു. അതായിരുന്നു മിത്രയും ശരവണ്ണും ജാനകിയും ജാക്കിയും. ഇന്ന് നിങ്ങളെ കൊണ്ട് എനിക്കൊരു ആവശ്യമുണ്ടെന്നും അത് സാധിച്ചു തരണമെന്നും കല്യാണ സുന്ദരം പറയുന്നു. റിട്ടയർ ആകുന്ന സമയത്ത് അയാൾ ഒരുപാട് കാശ് സമ്പാദിച്ചതാണ്. എന്നാൽ ബെറ്റിംഗിലും മറ്റും കാശ് വെച്ച് അയാളുടെ കയ്യിലെ സമ്പാദ്യം മുഴുവൻ പോയി. ഇപ്പോൾ അയാളുടെ കയ്യിൽ കാശൊന്നുമില്ല. നിങ്ങൾ എനിക്ക് ഇനിയുള്ള കാലം ജീവിക്കാനുള്ള വലിയൊരു എമൗണ്ട് കാശ് ഫ്രോഡ് പരിപാടിയിലൂടെ ഉണ്ടാക്കി തരണം. അതെന്താണെന്നൊന്നും എനിക്കറിയണ്ട. കാശ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളുടെ മകനെ വെറുതെ വിടാം. അതോടുകൂടി ശരവണ്ണും ബാക്കിയുള്ളവരും എന്ത് ചെയ്യണമെന്നറിയാത്തൊരു അവസ്ഥയിലായി. എത്രയും പെട്ടെന്ന് കുറച്ച് കാശുണ്ടാക്കാൻ എന്തെങ്കിലും പുതിയ ഫ്രോഡ് പരിപാടി കണ്ടുപിടിച്ചെങ്കിലേ പറ്റൂ. ജീവയോട് സംസാരിക്കുമ്പോൾ അവനെയാകട്ടെ കല്യാണ സുന്ദരത്തിന്റെ ആൾക്കാര് ഏതോ ഒരു ഫാക്ടറിയിൽ കെട്ടിയിട്ടിരിക്കുകയാണ്. അവന്റെ വീൽ ചെയറിലായിരുന്നു അവർ ചങ്ങലയിട്ട് കെട്ടിയിരുന്നത്. അവന് നടക്കാൻ പറ്റാത്തത് കൊണ്ട് അവൻ ഓടി രക്ഷപ്പെടുമെന്നുള്ള പേടി ഇവർക്കുണ്ടായിരുന്നില്ല. ശരവണൻ ഒരുപാട് നേരം ആലോചിക്കുന്നു പെട്ടെന്ന് കാശുണ്ടാക്കാനുള്ള പരിപാടി. അപ്പോഴാണ് അവന്റെ ഒരു കാര്യം ഓർമ്മ വരുന്നത്. ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ഒരു ടോൾ ഏരിയ ടെമ്പറലി ക്ലോസ്ഡ് എന്ന് പറഞ്ഞിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു. അത് റീഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നിന്നും കുറെ കാശുണ്ടാക്കാം. അത് നമുക്ക് ഈ പോലീസുകാരന് കൊടുക്കുകയും ചെയ്യാം. അത് നല്ല ഐഡിയ ആണെന്ന് പോലീസുകാരനും പറയുന്നു. പക്ഷെ അതിനു വേണ്ടിയിട്ട് പല പൊളിറ്റീഷ്യൻസിനെയും പല മീഡിയക്കാരെയൊക്കെ പറ്റിക്കേണ്ടതുണ്ട്. അങ്ങനെ അവർ ആ ടോൾ ഏറ്റെടുത്ത് നടത്താൻ വേണ്ടിയിട്ട് ഫേക്ക് ആയിട്ടൊരു കമ്പനിയൊക്കെ ഉണ്ടാക്കുന്നു. അതിനുശേഷം പല പൊളിറ്റീഷ്യൻസിനെയും വേഷം മാറിപ്പോയി പറ്റിക്കുന്നു. ഒരു ജേർണലിസ്റ്റിനെ പിസാബോയുടെ രൂപത്തിൽ പോയിട്ട് പിസയിൽ മയക്കുമരുന്ന് വെച്ച് ബോധം കെടുത്തി അവന്റെ ലാപ്ടോപ്പ് യൂസ് ചെയ്ത് പുതിയതായിട്ട് ടോൾ ഓപ്പൺ ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് ഒരു വാർത്ത പ്രചരിപ്പിക്കുന്നു. ആ ഏരിയയിലുള്ള ജനങ്ങളൊക്കെ അത് വിശ്വസിക്കാൻ തുടങ്ങി. അവിടുത്തെ പൊളിറ്റീഷ്യൻസിനെയും ഇതുപോലെ പല പരിപാടികളും കാണിച്ച് വിശ്വസിപ്പിച്ചു. പൊളിറ്റീഷ്യൻസിന്റെ ഫോണിൽ നിന്നും ഫ്രോഡായിട്ട് കോൾ ചെയ്ത് പോലീസുകാരെയും പറ്റിച്ചു. ശരവണ്ണന് പലരുടെയും വോയിസ് ഇമിറ്റേറ്റ് ചെയ്യാൻ സാധിക്കുമായിരുന്നു. ടോൾ ഓപ്പൺ ചെയ്താലും ഒരുപാട് നാളത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് ശരവണ്ണൻ അറിയാം. അതുകൊണ്ട് നല്ലൊരു എമൗണ്ട് കാശ് ആദ്യം അതിൽ നിന്നും എടുക്കണം. അതിനുശേഷം ശരവണൻ ഒരു എഞ്ചിനീയറിനെ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു. അയാളെ ഉപയോഗിച്ച് പുതിയൊരു പ്രോഡക്റ്റ് ജനങ്ങൾക്കിടയിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമമായിരുന്നു. സാധാരണ ജനറേറ്ററും മറ്റും പ്രവർത്തിപ്പിക്കാൻ പെട്രോൾ ആണ് യൂസ് ചെയ്യുന്നത്. എന്നാൽ വെള്ളം ഉപയോഗിച്ച് ജനറേറ്റർ പ്രവർത്തിപ്പിക്കാൻ പറ്റുന്ന ഒരു ഐഡിയ ഒരു എഞ്ചിനീയർ കണ്ടുപിടിച്ചു എന്ന് പറഞ്ഞിട്ട് നമ്മുടെ കല്യാണ സുന്ദരത്തിന്റെ അടുത്ത് കൊണ്ടുപോയി അവതരിപ്പിക്കുന്നു. ടോളിൽ നിന്നും കിട്ടുന്ന കാശെടുത്ത് നമുക്ക് ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യാം. ഈ ഒരു ഐഡിയ എന്തായാലും ഹിറ്റ് ആവും. ലോകത്തുള്ള പല കമ്പനീസും ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യും. അങ്ങനെ തന്നെ നമുക്ക് ഒരുപാട് കാശുണ്ടാക്കാം. ഈ ഒരു പ്രൊഡക്റ്റിന്റെ പേറ്റന്റ് വാങ്ങാൻ വേണ്ടിയിട്ട് ഒരുപാട് ആൾക്കാർ എന്തായാലും നമ്മളെ തേടി വരും. ആ ഐഡിയ നല്ലതാണെന്ന് കല്യാണ സുന്ദരത്തിന് തോന്നി. അങ്ങനെ അവർ മീഡിയ വിളിച്ചു വരുത്തി തങ്ങളുടെ പുതിയ പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നു. ഒരുപാട് അടുത്ത് നിന്ന് കോള് വരുന്നുണ്ട് കല്യാണ സുന്ദരത്തിന്. 50 കോടി വരെ പലരും അതിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറായിരുന്നു. അത് കേട്ടതോടുകൂടി തന്റെ ലൈഫ് സെറ്റിലായി എന്ന് കല്യാണ സുന്ദരത്തിന് മനസ്സിലായി. അങ്ങനെ കുറച്ചു ദിവസം ടോൾ ഓപ്പൺ ചെയ്ത് വെച്ചതിലൂടെ കിട്ടിയ നല്ലൊരു എമൗണ്ടും കല്യാണ സുന്ദരത്തിന്
സുന്ദരത്തിന്റെ കയ്യിൽ കൊണ്ടുപോയി ശരവണ്ണും ഗ്യാങ്ങും കൊടുക്കുന്നു. ഇനി ജീവയെ വിടണോന്ന് പറയുന്നു. കാരണം ജനറേറ്ററിന്റെ പ്രോജക്ട് ഹിറ്റായതോടുകൂടി നിങ്ങൾക്ക് എന്തായാലും ഇനി ജീവിക്കാനുള്ള കാശ് കിട്ടും. പക്ഷേ കല്യാണസുന്ദരം പറയുന്നുണ്ട്, ജീവയെ ഞാൻ വിടാം, നിങ്ങളെ ആരെയും വിടില്ല എന്ന്. നിങ്ങളെ നാളെ എന്നെ ചതിക്കില്ലാന്ന് എന്താ ഉറപ്പുള്ളത്? നിങ്ങളെയൊക്കെ കൊന്നുകളയുമെന്ന് അയാൾ പറയുന്നു. അത് കേട്ടതോടുകൂടി ശരവണ്ണും മനസ്സിലായി ഇയാൾ ചതിക്കുമെന്ന്. ശരവണൻ പറയുന്നുണ്ട്, എനിക്ക് ജീവയോടൊന്ന് സംസാരിക്കണമെന്ന്. കല്യാണസുന്ദരം ജീവയെ കോൾ ചെയ്ത് കൊടുക്കുന്നു. ശരവണൻ ജീവയോട് പറയുന്നു, ഇത്രയും കാലം നീ വീൽ ചെയറിലിരുന്നതല്ലേ, ഇനി ഒന്നും നോക്കണ്ട, എഴുന്നേറ്റ് ഓടിക്കൊള്ളാൻ, അവിടെ ഒന്ന് രക്ഷപ്പെടാൻ. ആ ഫോണിൽ നിന്നും എന്റെ ഫോണിലേക്ക് നിന്റെ ലൊക്കേഷൻ കൂടി അയച്ചുകൊള്ളാൻ പറയുന്നു. ഇത് കേട്ടതും കല്യാണസുന്ദരൻ ആകെ കൺഫ്യൂഷനിലായി. ഡിസബിലിറ്റി ഉള്ള ജീവ എങ്ങനെ എഴുന്നേറ്റ് ഓടും? ഇവിടെയാണ് അടുത്ത ടെസ്റ്റ്. ആ ഗുണ്ടകളുടെ എല്ലാം കണ്ണുവെട്ടിച്ച് ജീവയെ കിട്ടെ ശരവണ്ണന് ലൊക്കേഷൻ വെച്ചിട്ട് അവിടെ ഒന്ന് ഇറങ്ങി ഓടുന്നു. ശരിക്കും ജീവയ്ക്ക് കാലിനൊരു കുഴപ്പമുണ്ടായിരുന്നില്ല. വർഷങ്ങൾക്ക് മുമ്പ് ഇവർ കർണാടകയിലേക്ക് എത്തുന്ന സമയത്ത് ഒരു ഫാമിലി പോലെയായിരുന്നല്ലോ അഭിനയിച്ച് ജീവിച്ചുകൊണ്ടിരുന്നത്. മിത്രയ്ക്ക് ജീവ ജനിച്ച ശേഷം അവന്റെ കാലിനൊരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. പക്ഷെ അവനെ നല്ലൊരു സ്കൂളിൽ അയച്ച് പഠിപ്പിക്കണമെന്ന് മിത്രയ്ക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. എന്നാൽ ഒരു സ്കൂളിലും അവൻ അഡ്മിഷൻ കിട്ടിയില്ല. അതിനൊക്കെ ഒരുപാട് കാശിന്റെ ആവശ്യം ഉണ്ടായിരുന്നു. എന്നാൽ ഡിസബിലിറ്റി ഉള്ള കുട്ടികൾക്ക് അവിടെ അഡ്മിഷൻ കിട്ടുമെന്ന് മനസ്സിലായതും ജീവയോട് ശരവണൻ പറയുന്നുണ്ട്, നിന്റെ കാലിന് സുഖമില്ലാത്ത രീതിയിൽ നീ അഭിനയിക്കണമെന്ന്. ഒരു 2 വർഷം അങ്ങനെ അഭിനയിച്ചാൽ മതി, അതിനുശേഷം നിന്റെ കാല് ശരിയായി എന്ന് നമുക്ക് സ്കൂൾ അധികൃതരോട് പറയാം. അങ്ങനെ ജീവ ശരവണ്ണന് വാക്കു കൊടുക്കുന്നു. ഈ 2 വർഷം താൻ വീട്ടിൽ മാത്രമേ ഓടിക്കളിച്ച് നടക്കൂ, വീടിന് പുറത്തെത്തിക്കഴിഞ്ഞാൽ ഒരു കാരണവശാലും വീൽ ചെയറിൽ നിന്ന് എഴുന്നേക്കില്ല എന്ന്. അങ്ങനെ ശരവണ്ണന് കൊടുത്ത വാക്കു പാലിച്ചതുകൊണ്ടാണ് ജീവയെ ആ ഗുണ്ടകൾ തട്ടിക്കൊണ്ടുപോയിട്ട് പോലും അവൻ ആ വീൽ ചെയറിൽ നിന്ന് എഴുന്നേൽക്കാതിരുന്നത്. ഇപ്പോൾ ശരവണൻ പറഞ്ഞതും അവൻ എഴുന്നേറ്റോടി. ജീവ രക്ഷപ്പെട്ടു എന്ന് മനസ്സിലായതും ശരവണൻ കല്യാണസുന്ദരത്തിന്റെ കയ്യിൽ നിന്നും തോക്ക് തട്ടിപ്പറിച്ച് അയാൾക്ക് നേരെ തന്നെ പോയിന്റ് ചെയ്യുന്നു. എന്നിട്ട് അയാളെ അവിടെ പൂട്ടിയിട്ടിട്ട് അവിടെ ഒന്നും രക്ഷപ്പെടുന്നു. അപ്പോഴേക്കും ഇവരെ രക്ഷിക്കാൻ സദയ അവിടേക്ക് വന്നിട്ടുണ്ടായിരുന്നു. സദയുടെ കാറിൽ കയറി നേരെ അവർ പോകുന്നത് ജീവ അയച്ചു കൊടുത്ത ലൊക്കേഷനിലേക്കാണ്. അവിടെ എത്തി ജീവയെ അവർ രക്ഷിക്കുന്നുണ്ട്. എന്നിട്ട് തങ്ങളെ ഒരു രീതിയിലും പോലീസുകാർ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അവർ പല പരിപാടികളും ചെയ്യുന്നു. ആ ടോളിനെ പറ്റി അവർ കല്യാണസുന്ദരത്തിന്റെ അടുത്ത് ഡിസ്കസ് ചെയ്യുമ്പോൾ അയാളുടെ കുറെ വീഡിയോസ് അയാൾ അറിയാതെ ഇവർ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. അത് പുറത്തുവിട്ടതോടുകൂടി എല്ലാ പഴിയും കല്യാണസുന്ദരത്തിന്റെ തലയിലായി. അവിടെ ഫേക്കായിട്ട് ടോൾ ഓപ്പൺ ചെയ്തത് കല്യാണസുന്ദരമാണെന്നും കൂടാതെ ആ ജനറേറ്റർ പ്രോജക്ട് വെറും ഫേക്ക് ആണെന്നും ഒക്കെ അവർ വരുത്തി തീർക്കുന്നു. യഥാർത്ഥത്തിൽ വെള്ളം ഉപയോഗിച്ച് ജനറേറ്റർ ഒന്നും പ്രവർത്തിപ്പിക്കാൻ പറ്റില്ലായിരുന്നു. ആ എഞ്ചിനീയറിനെയൊക്കെ ഫേക്കായിട്ട് ഇവർ കൊണ്ടുവന്നതാണ് കല്യാണസുന്ദരത്തിനെ പറ്റിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ആ പ്രോജക്റ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുണ്ടെന്ന് പറഞ്ഞിട്ട് കല്യാണസുന്ദരത്തെ വിളിച്ചതും എല്ലാം തന്നെ ഇവരാണ്. അങ്ങനെ എല്ലാ രീതിയിലും അയാളെ പറ്റിക്കുകയായിരുന്നു. ശരിക്കും ഇയാളെ കൊടുക്കാൻ ശരവണ്ണന് മറ്റൊരു കാരണം കൂടി ഉണ്ടായിരുന്നു. ശരവണ്ണടുക്ക് ഒരു മീഡിയ പേഴ്സന്റെ വീട്ടിൽ പോയിട്ട് അയാളുടെ ലാപ്ടോപ്പ് എടുത്ത് ടോളിന്റെ ഒരു ന്യൂസ് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ? ആ സമയം ആ മീഡിയക്കാരന്റെ വീട്ടിൽ നിന്ന് ശരവണ്ണന് ഒരു ഫയല് കിട്ടിയിട്ടുണ്ടായിരുന്നു. ശബരിയുടെ മരണത്തെ പറ്റിയുള്ള ഫയല്. ശബരിയുടെ യഥാർത്ഥ കൊലയാളി ഈ കല്യാണസുന്ദരമാണെന്ന് അതിൽ നിന്നും ശരവണ്ണന് മനസ്സിലായിട്ടുണ്ടായിരുന്നു. കാശ് കൊടുത്താൽ എന്തും ചെയ്യുമായിരുന്നല്ലോ ഈ കല്യാണസുന്ദരം. അയാള് തന്നെയാണ് കാശിന് വേണ്ടിയിട്ട് ശബരിയെ കൊന്നത്. ടോളിൽ നിന്നും കിട്ടിയ കാശ് ഇവര് കല്യാണസുന്ദരത്തിന്റെ കയ്യിൽ കൊടുക്കാൻ കൊണ്ടുപോയില്ലേ? ആ കാശെല്ലാം തന്നെ അവിടെ നിന്നും ഇവർ തിരിച്ചു കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതിപ്പോൾ ഇവരുടെ കാശാണ്, ഇവർക്ക് ഇനി അങ്ങോട്ട് ജീവിക്കാൻ വേണ്ടി. കൂടാതെ ശബരി സ്നേഹിച്ചിരുന്ന റിതിയെയും ശബരിയുടെ മകളെയെല്ലാം തന്നെ ശബരിയുടെ പേരൻസിന്റെ അടുത്തേക്ക് ശരവണ്ണൻ എത്തിക്കുന്നു. അങ്ങനെ അവർക്കും ഒരു ഫാമിലിയായി. ജീവ തന്റെ സ്വന്തം മകനല്ലാതിരുന്നിട്ട് പോലും ശരവണൻ അവനെ രക്ഷിക്കാൻ തന്നെ കൊണ്ടാവുന്നതെല്ലാം ചെയ്തു. അതുകൊണ്ട് തന്നെ ജീവിക്കും തന്റെ അമ്മയേക്കാൾ ഇഷ്ടം ശരവണ്ണനെ തന്നെയായിരുന്നു. ഇനി അങ്ങോട്ടൊരു കുടുംബത്തെ പോലെ ജീവിക്കാൻ മിത്രയും ശരവണ്ണൻ തീരുമാനിക്കുന്നു. അവരോടൊപ്പം ജാക്കിയും ജാനകിയും കൂടി. പണ്ടിവർ കുറെ ആൾക്കാരെ പറ്റിച്ചിട്ടുണ്ടായിരുന്നില്ലേ? അവരുടെ എല്ലാം കാശ് കുറേശ്ശെയായിട്ട് അവർക്ക് തിരിച്ചയച്ചു കൊടുക്കുന്നു. അങ്ങനെ ഇവരെല്ലാവരും പുതിയൊരു കുടുംബമായിട്ട് ജീവിക്കാൻ ആരംഭിക്കുന്നിടത്താണ് ഈ ഒരു മൂവി അവസാനിക്കുന്നത്. ഈ ഒരു മൂവിയുടെ സ്റ്റോറി എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് താഴെ കമന്റ് ചെയ്യുക. എക്സ്പ്ലനേഷൻ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.